നിസിം എസേക്കിയൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൽ പ്രധാനിയാണ്. പോസ്റ്റ് കൊളോണിയൽ റൈറ്ററാണ്. മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റാണ്. മോഡേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് നവീനമായ ആശയങ്ങളൊക്കെ ഉള്ളൊരു കവിയായിരിക്കുമല്ലോ. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞ വർക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് മോഡേൺ എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. കാരണം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോണിൽ അമ്മയെ രാത്രിയിൽ ഒരു സ്കോർപ്പിയൺ കുത്തുകയാണ്. അപ്പോൾ അവിടെ ഉള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസങ്ങളും റേഡിക്കൽ തിങ്കിങ് ഉള്ള അച്ഛൻ്റെ നിലപാടുകളും ഒക്കെ ആയിട്ട്, അപ്പോൾ മോഡേൺ രീതിയിൽ കവിതയെ സമീപിച്ച ഒരു റൈറ്ററാണ് നമുക്ക് മനസ്സിലാവും നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ വരുമ്പം. പിന്നെ ലാറ്റർ ഡേയ്സ് ശാലം എന്ന് പറഞ്ഞ വർക്ക് ഉണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് നിസിം എസേക്കിയലിന്. പിന്നെ മോഡേണിസ്റ്റ് ഇന്നോവേഷൻസ് ആണ്. കാരണം പുതിയ പുതിയ മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ മോഡേണിസ്റ്റ് ഇന്നോവേഷൻസ്, പുതിയ പുതിയ പരീക്ഷണങ്ങൾ കവിതയിൽ ചെയ്ത ആളാണ്. ടെക്നിക്സ് യൂസ് ചെയ്ത ആളാണ്. സ്പിരിച്വലിസ്റ്റ് ആണ്. സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞ കവിത എടുക്കുമ്പോൾ തന്നെ സ്പിരിച്വൽ എന്നുള്ള സംഭവം ഞാൻ ആ വർക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വർക്കാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ. നമ്മൾ പലപ്പോഴും പഠിച്ചതും ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിപ്പിച്ചതുമായ ഒക്കെ വർക്കായിരിക്കും. സ്പിരിച്വലിസ്റ്റ് ആണ്. ഓറിയൻ്റലിസ്റ്റ് ആണ്. ഓറിയൻ്റലിസ്റ്റ് എന്താണ്? പിന്നെ യൂറോപ്യൻ കൺട്രീസ് അല്ലാത്ത നാടുകളെ നമ്മൾ ഓറിയൻ്റലിസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ.